തുടങ്ങിയേക്കാം. ആ വലയിൽ എന്തെങ്കിലും കേറിട്ട് രാവിലെ മറ്റേ വലയിൽ എന്തെങ്കിലും കേറിട്ട് നമ്മ അപ്പത്തേക്ക് ബെസ്റ്റ് പോറ്റാൻ വേണ്ടിട്ട് ചെറിയൊരു സാധനം ആക്കട്ടെ. കിടക്കടാ കിടില സാധനം രാവിലെ കിടില സംഭവം. ഇതുവരെ ആരും പരീക്ഷിക്കാത്തൊരു സാധനമാണ്. വലയിൽ പിടിക്കുക, തോണിലിടുക, വീടിന്ന് പൊട്ടിച്ചിരത്തിടുക. അത്ര തന്നെ പരിപാടി. ചൂടായിട്ടുണ്ട്. ഇതെല്ലാം വീട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ടേ. അതെ ഇന്നൊന്നും നമ്മ വാങ്ങിയതില്ല, ഇന്നെല്ലാം മാറ്റിയത്. കിടക്കട്ടാടാ സംഭവം ഉണ്ടല്ലോ. സംഭവം സ്പോട്ട് കുക്കിംഗ് ആണ്. സ്പോട്ട് കുക്കിംഗ്. അപ്പൊ അതിന് വെച്ച് മുറിക്കാൻ ട്രേ അങ്ങനത്തെ സംഭവം ഒന്നും കിട്ടുന്നില്ല നമുക്ക്. ഏടുന്നില്ല പടിമെല്ലാം വെച്ച് മുറിച്ചോളാം. ആ സംഭവം നമ്മുടെ എണ്ണ ചൂടായി നോക്കട്ടെ. ഒരു മിനിറ്റ്. ലൈറ്റാ വേഗം ചൂടാവല്ലോ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇതാ ഇവിടുന്ന് ഞണ്ട് ഇവിടുന്ന് തന്നെ പിടിക്കും, ഇവിടുന്ന് തന്നെ കഴിവും രാവിലെ കഴുകും. അതന്നെ പരിപാടി. ഇന്നത്തെ പരിപാടി വെച്ചാൽ അങ്ങനെ സ്പോട്ട് കുക്കിംഗ് ആണ്. അപ്പൊ ഇതെല്ലാം ഇന്ന് കള്ളാസ് പുതിയാണ്. ഇതെല്ലാം മാട്ടിക്കൊടത്തിയാണ്. എല്ലാം അമ്മേനെ അടുക്കളയിൽ മാറ്റിയത്. അപ്പൊ സംഭവം ഇടാൻ പോന്നെ ഉലവിയും കടുവും ഇട്ടിട്ട് നമ്മൾ ആദ്യം പൊട്ടിച്ചെടുത്താൽ നമുക്ക്. പൊട്ടട്ടാണ് അത് പൊട്ടട്ടാ കുറച്ച് ബോൾപ്പിൽ കൊടുക്കാം. രാവിലെ ഉള്ളിന്ന് പിടിക്കാൻ പറഞ്ഞ പാത്രത്തിൽ ഞാൻ തോന്നി പോവേ. പിന്നെ മഴ അങ്ങനെ വരുന്നുണ്ട്, നമ്മളിന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. മഴ വെട്ട്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മളൊരു കുക്കിങ്. ഞാനിവിടെ എത്തിന് ആലപ്പുഴയാ. ശരിക്കും പറഞ്ഞ ആലപ്പുഴയിലാന്ന് ഇങ്ങനെല്ലാം കാണല്. അല്ല ആലപ്പുഴയില് മൊത്തം ഇങ്ങനത്തെ ഒരു വൈബിന്റെ ആളാണല്ലേ. ചെറക്കുക്കിങ്. ചെറാന്ന് വെച്ചാൽ സംഭവം ഈ വരമ്പിനാണ് ഇവര് ചെറാന്ന് പറയുന്നത്. ഞാനും അതെ. അപ്പൊ അടുത്ത വല വലിക്കാനാകുമ്പത്തേക്ക് കത്തലടക്കണല്ലോ അവല്. അങ്ങനെ വിശക്കുന്നു. തക്കാളി കൂടെ കുറിച്ചിടാം. നല്ല കൈമന്ന് മുറിക്കലാണ്. സ്പോട്ട് കുക്കിങ്ങിന് മറ്റേ കട്ടിംഗ് ബോർഡൊന്നും ആവശ്യമില്ല. ഇന്ന് അങ്ങനൊന്നുമല്ല. ഇന്നെല്ലാം ഇവിടെ തന്നെ മുറിച്ചറച്ച് ഇതിലൊക്കെ തന്നെ ഇടും. ഞണ്ടിൽ ഇപ്പൊ ഞാൻ തച്ചു പിടിച്ചിട്ട്. ഓ ഏതാ വൈബ് കുക്കിങ്. ബേക്കിലെന്നാ പോന്നു. ബോട്ടരാവൂലേ. ബോട്ട് നമുക്ക് പൊടിയിലിട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. അപ്പൊ ഇതെല്ലാം ഇട്ടിട്ടുണ്ട് രാവിലെ. ഇതെല്ലാം ഇട്ടിട്ടാണ് ഇനി പരിപാടി. നോക്കട്ടെ. അപ്പൊ കുറച്ച് ഉപ്പ് വേറെ വൈകിടാം. രാവിലെ അതിലൊക്കെ ഒരു 3 ഞണ്ടി എടുത്ത് നമുക്ക് കറി വെക്കാന്ന്. അധികം പിടിക്കില്ല, കാരണം ട്രോളിംഗ് ആയിട്ട് കരിക്കൊന്നും പറക്കിട്ടാത്ത കൊണ്ടുപോയിക്കും. നല്ല കരിമുറ്റ കാലമല്ല. കരിമുറ്റ കാലം. അപ്പൊ നമുക്ക് വെള്ളം കുറച്ച് വെച്ചോക്കെ. ഇനി എവിടുന്നാ നീ കറിവേപ്പെല്ലാം ഒപ്പിച്ചിട്ട് വന്നിനെ എല്ലാം ആടി ഉണ്ടായില്ലേ. അടിച്ചു കറിവേപ്പിലേ കിടക്കട്ടെ. ഷിജുവാട്ടന്റെ ഈ ഗ്യാസും ബർണറും ഇല്ലെങ്കിൽ നമ്മ ആക്കല്. ഷിജുവാട്ടനങ്ങനെ നമുക്ക് ഒരു ഗ്യാസും ബർണറും കൊടുക്കുന്നുണ്ട്. കുക്കിംഗ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. ഷിജുവാട്ടൻ അതേപോലെ നമ്മള് അല്ലേ പഴയ വീഡിയോ നോക്കിയത്. നമ്മളെ വീഡിയോ നമ്മളെ ഇതും കണ്ട് ഇഷ്ടപ്പെട്ട് ഷിജുവാട്ടൻ നമുക്ക് സ്പോൺസർ ആക്കിയ സാധനം ഇതല്ലേ. അവർക്ക് ഇടല മേനാന്നിട്ടാ. അതുവരെ നമ്മ ഇതിനകത്ത് നമ്മളെ ഓലക്കൊടിയും മറ്റേ ചെമ്മണി സ്റ്റൗവിലിടാ 3 കല്ലു. ഇതൊന്നും മറക്കാൻ കഴിയില്ല. അത് മറക്കാൻ കഴിയില്ല. ഇത് വന്ന പിന്നെ ഒരു സാധനം സെറ്റേ. അതന്നെ നല്ല ഞണ്ട് കറി. എല്ലാരും പറയുന്നത് കൊതിപ്പിക്കുന്നു. ചിലർ പറയുന്ന റെസിപ്പി ശരിയില്ല കാണില്ല. അതൊന്നും പറയാൻ പറ്റും. നമ്മളെ റെസിപ്പി ഇങ്ങനെ എത്ര പേര് ആൾക്കാരാണല്ലോ. എല്ലാരും തൃപ്തിപ്പെടുത്തിട്ട് നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല. നമ്മ ഷെഫ് ഒന്നല്ല. നമ്മളെ കുക്കിംഗ് ഇങ്ങനെ ആയിരിക്കും. നമുക്ക് നല്ലതെന്ന് പറയും, നല്ലത് നമ്മൾ നല്ലതെന്ന് പറയും അല്ലേ. മോശം മതി. മെയിൻ സാധനം എന്താണ്? മെയിൻ എന്താണ്? നല്ല തേങ്ങാപ്പാലിന്റെ പായസാണ് ഇത്. ഇങ്ങക്ക് ഒന്നൊരു മൂകാംബിക ക്ഷേത്രത്തില് ഞാൻ വെച്ച് ഇവിടുത്തെ അല്ല മാമാനത്തെ നല്ല കിട്ടില്ല. തേങ്ങാപ്പാലിൽ അങ്ങനെ ഒഴിച്ച് തേങ്ങാപ്പാല് മെയിനാണ്. തേങ്ങാപ്പാൽ കറിയൊരു ലെവലായിട്ടില്ലേ.
സാധനം സെറ്റാണ്. കുരുമുളക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ സെറ്റാണ്. നമ്മളെ സാധനം മെയിൻ സാധനം ഇടേണ്ട സമയമില്ല നമുക്ക്. കുരുമുളക് നമ്മളെ കറി റെഡിയാണ്. അപ്പം അതിലേക്ക് നമുക്ക് വിശപ്പ് വരേണ്ട സാധനം ഉണ്ടാവില്ലേ, ഇത് ടച്ച് കറി മാത്രം ടച്ചലായിട്ടോ. മതി മതി പൊളിയാണ്. രണ്ട് തെറിക്കുന്ന ഉണ്ടാവും തോന്നുന്നു. രണ്ടാവും മെയിൻ സാധനം മെയിൻ സാധനം എടുക്കാം അല്ലേ? പിന്നെ ഓക്കെ. അത് മെയിൻ സാധനം അവില്. അപ്പൊ അവിലിട്ട ഞണ്ട്. അവിലിട്ട ഞണ്ട് കിട്ടില്ല. തെച്ചും പേരുത് നോക്കി നോക്കിയിടണം. അവിലിട്ട ഞണ്ട് നടന്നുണ്ടല്ലോ പോയക്കത് നല്ല രസം. നമുക്ക് ഈ തെയ്യത്തിനെല്ലാം പോയാലേ ആ മറ്റേ ഇറച്ചി അവിലും കൂടി മിക്സ് ആയിട്ട് നല്ല എരിവെല്ലാം മിക്സ് ആയിട്ട് ഒരു സാധനം കിട്ടില്ല. അതേപോലത്തെ ഞണ്ട് ഇതും തെങ്ങിയും പൂക്കെല്ലാം നീരും കിട്ടില്ലെന്നു പോലും കുടിച്ചാള് പറയുന്നേക്കാം. കുടിച്ചാള് ഈ സാധനത്തിന്റെ ഡിഷിന്റെ പേര് അവിലിട്ട് വെച്ച ഞണ്ട്. അവിലിട്ട് വെച്ച ഞണ്ട്. നല്ല കിടില നമ്മളെ അവിലിട്ട് വെച്ച ഞണ്ടായിട്ടുണ്ടാവില്ലേ? ആയിട്ടുണ്ടല്ലേ. കുറച്ച് പച്ചവെളിച്ചിനും കൂടെ മുകളിൽ നനച്ചു കൊടുത്താലേ. സെറ്റാണ് സെറ്റ്. ഇതാണ് ഞണ്ടുപ്മാവ്. ഇത് ശരിക്കും പറഞ്ഞെങ്കിലേ ഇതാരെ ഫുഡാണ്? ഇത് നമ്മുടെ പഴമക്കാരുടെ ഫുഡാണ്. അത് കാര്യം പറഞ്ഞേ കാര്യം അവരാന്ന് അന്നേരം അവർക്ക് അവില് ഇതെല്ലാം മെയിൻ ആയിട്ടുണ്ടായില്ല. അപ്പൊ കറിയിലും കിട്ടി അവര് അവിലിട്ട് വായിച്ചു. അവരൊരു അടിയിട്ട് നിലത്ത് കറങ്ങി പോയി ഞങ്ങൾ അവര് വന്നിട്ടില്ല ഊക്കുകയെങ്കിൽ. അതുകൊണ്ട് ഇനി ഉപ്പ് അവല് നമുക്ക്. അപ്പൊ നമ്മളെ സംഭവം രാവിലെ ഞണ്ട് അവല് ഉപ്മാവ്. അപ്പൊ അവല് ഉപ്മാവായിട്ടുണ്ട് നമ്മളെ ഞണ്ടിന്റെ. അപ്പൊ നോക്കട്ടെ. അപ്പൊ നമ്മളെ ഇന്നത്തെ ബെസ്റ്റ് അടക്കാൻ ഇത് മതി രാവിലെ. പിന്നെ ഇത് മതിന്നാ. അപ്പൊ ഒരു ഗ്ലാസ് കട്ടൻ ചായ കൂടി ഉണ്ടെങ്കിൽ രാവിലെ എന്തുണ്ട് സെറ്റ് ആവൂലേ? ഒരു കാലോർത്ത് ഒരു കാലുവേണല്ല. കാല് ഉണ്ട്. കാലുകൂട് രസൂലേ? കാലുവേണം കാലിങ്ങനെ രസൂല. കാല് തെറിക്കുന്നവരാണോ നിക്കുന്നില്ല. വീണോണ്ടിരിക്കുന്നു. അപ്പൊ സംഭവം ഇങ്ങനെയാ സംഭവം. അപ്പൊ നമ്മൾ അവല് റെഡി ആയിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ വെച്ചല്ലോ. ഒരു ഗ്ലാസ് കട്ടൻ ചായ വെച്ചാൽ പൊളിക്കുവേ. ഒരു ഗ്ലാസ് കട്ടൻ കൂടെ അടിച്ചാൽ നമുക്ക് ഇത് കൂട്ടി തിന്നാൻ രസമുണ്ടാവും. എന്നാല് മറ്റേ ഇതായി നമ്മളെ അച്ഛൻ്റെ എല്ലാം കാലത്തല്ലേ കട്ടൻ ചായ കൂടെ വെച്ചേക്കാം. ഈ മക്കിടില്ലേ ഓക്കെ. എന്താ ഇറങ്ങല്ലേ? എന്താ ഇറങ്ങ് കട്ടൻ ചായയും അവിലും അയച്ച് എല്ലാം സെറ്റാണ്. മീൻ പിടിക്കലും ഞണ്ട് പിടിക്കലും മീനെ പൊരിച്ചു എന്നാണ് അവര്. പൊരിച്ചു വേണം. അതിന് സമയം കിട്ടുന്നറിയില്ല. ഇല്ലെങ്കിൽ നമ്മ ഇനി കൂടെ നമ്മളെ കൊളോനി കൊളനാറിന് ചെമ്പലിനും കൂടെ പൊരിച്ചൊക്കെ അതിന് മുകളിൽ ഡെക്കറേഷൻ ഇല്ല. കുളം കുഞ്ഞപ്പ് പുറത്തെ കുളം കുഞ്ഞപ്പുറത്തെ ഇവിടെ വെള്ളം തെളിച്ച് ചായ വിട്ട് എടുക്കാം. ഞാൻ ചായപ്പൊടിയിലല്ലേ ഇട്ടത്. ഓക്കെ. ഇതിലും ചായ ആയിട്ടുണ്ട്. ഇതൊന്നാണ് കടലാസില. അയ്യോ ഇതെല്ലാരും കണ്ടാളെന്താ വിചാരിക്കലമ്മ. അപ്പൊ നല്ല കട്ടൻ ചായ ആയിട്ടുണ്ട് രാവിലെ. നല്ല കട്ടൻ ചായ. കട്ടൻ ചായ അവര് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് മടുക്ക് വെച്ചിട്ട് തിന്നലാ. ഞാൻ ഒറ്റക്ക്. ഞാനും കാക്കാക്കാരിട്ട്. അപ്പൊ സംഭവം നമ്മളെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് രാവിലെ. കട്ടൻ ചായയും ഉണ്ട്. കട്ടൻ ചായ അടിപൊളി കരിങ്കട്ടൻ. 1.5 ഗ്ലാസ് കട്ടൻ കേട്ടാ. ഇനി ഇതിന്റെ 10 മണി രാവിലെ അടുത്ത വല വലിക്കാം. രാത്രി 10 മണി ഒന്നും വേണ്ടി വരില്ല. ഒന്നും വേണ്ടിയില്ല. ഇനി നമുക്ക് രാത്രി പോയാലും കുഴപ്പമില്ല. നമുക്ക് ഇനി ടേസ്റ്റ് നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നേരത്തെ കുറേ സമയം നോക്കിനേ. എന്താ അവസ്ഥ? ടേസ്റ്റ് കഴിച്ചിട്ടുണ്ടല്ലോ. നൊസ്റ്റാൾജിക്. ഇത് പല്ലു കൊണ്ടായി നോക്കട്ടെ. ഇത് ഇറച്ചിയില്ലടാ. അത് നല്ല വയസ്സുള്ള റെഡായിട്ടായിരിക്കും. നല്ല ഇറച്ചി ഉണ്ടല്ലോ. ഇറച്ചി ഉണ്ടെന്നാലും ഞണ്ട് നോക്കാം. ഒരാക്കളും പേർക്ക് ഇത് നീറ്റ് കളിച്ചിട്ട് ഞണ്ടും ഞാൻ കട്ടൻ ചായ. ഇത് നമ്മളെ പണ്ടേ ഇങ്ങനെ കേട്ടാ. ഞണ്ട് കട്ടൻ ചായ ഇങ്ങനെ രണ്ടൊന്നും ഉണ്ടാക്കുവോ രാവിലെ. വെറുതെ ഇങ്ങനെ ഉണ്ടേനി. ഇങ്ങനത്തെ വൈകുന്നേരം ഒരു ഇതല്ലേ രാവിലെ. പിന്നെ ഒരു രസമല്ലേ അത്. നൊസ്റ്റാൾജിക് സംഭവമല്ലോ. കട്ടൻ ചായ അവലും ഉപ്മാവ് കേട്ടെ. ഇതെല്ലാം ഇങ്ങനെ എടുത്തിട്ട് മീനെ തുള്ളുന്നുണ്ട്. വരുന്നുണ്ട്. അത് കളഞ്ഞ കുറച്ച് കട്ടൻ ചായ കുടിക്ക്. എന്നാ ഐസ്ക്രീം പിടിച്ചിരിക്കുന്ന നിൽക്കുന്നു.
പിന്നെ മറ്റേ കാലിൽ ഒന്നും ഉണ്ടായിട്ടാ. രാവിലെ ഞാൻ പറഞ്ഞ കാല് വേണ്ട നീ എടുത്തോട്ട് ഇതിന് കൊടുത്തിയാണ്. പക്ഷെ ഓനെടുത്ത കാലിൽ നല്ല വലിയ ഇറച്ചി. ഇനി ഇവൻ കടിക്കാൻ വേണ്ടി വിടൂല്ല. ഞാനൊരു കടി ചെറിയ അടിച്ചോട്ടാ. ചെറിയൊരു കടി എല്ലാ കടിയായി പോയല്ല. ഇതോത്തോ നടുക്കത്തന്നാണ് കണ്ട. അയ്യോ പിന്നെ നമുക്ക് ഇഷ്ടമല്ല. ഇതിൽ 1.5 കാലായിട്ടാ കിട്ടില്ല കാലി നൈസം പറഞ്ഞു മതി. ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരും. അപ്പൊ രാവിലെ കൂടെ ടേസ്റ്റ് നോക്കി. രാവിലെ ടേസ്റ്റ് നോക്കൽ. രാവിലെ നോക്കി ടേസ്റ്റ് നോക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ 1.5 ടേസ്റ്റ് നോക്കലായിരിക്കും. ഓ ഇത് കയ്യിലടക്കം കൂടെ പോകണ്ടത്. എന്നിട്ട് കട്ടൻ ചായ എടുത്ത് കുടിക്കേ. എന്തിന് വേറെ വേഗം കുടിക്ക് രാവിലെ. ഇത് അങ്ങനെ ലൈറ്റ് കൂടാ എല്ലാ ചക്കൻ വേഗം തിന്നീർത്തക്കും. പിന്നെ എനക്ക് ഇതുണ്ടാവില്ല. എന്താ നോക്കട്ടെ. അപ്പൊ മഴയില്ലേ നോക്കട്ടെ. അപ്പൊ നല്ല അടിപൊളി അവിൽ ഉപ്പുമാവ്. അവിൽ ഞണ്ടുപ്പുമാവ് ഇതാക്കട്ടെ. ഇതിങ്ങനെ ഭയങ്കര ടേസ്റ്റ് ആട്ടാ. നോക്കട്ടെ ഇങ്ങനെ സാധനം എടുക്കുക രാവിലെ. ഇങ്ങനെ എടുത്തിട്ട് രാവിലെ ഇങ്ങനെ എടുക്കുക. അപ്പൊ രാവിലെ നമ്മളങ്ങനെ ഞണ്ട് അവിൽ ഉപ്പുമാവാക്കി കാണിച്ചില്ലേ. ഞണ്ട് അവിൽ ഉപ്പുമാവ്. അപ്പൊ ഇതെല്ലാം സിമ്പിള് വേഗം ആകുന്നൊരു പരിപാടിയാണ്. മുമ്പേ നമ്മൾ വീട്ടിലാക്കുന്നതാണ്. അപ്പൊ ഇതും കുടിച്ചിട്ട് രാവിലെ ഇനി പുറത്തിൽ നമുക്ക് തോടി വലിക്കാം, വല വലിക്കാം. അപ്പൊ ഇത് തീർക്കട്ടെ. അപ്പൊ ഇനി ബാക്കി പോകുന്ന വഴിക്ക് ഇനി ബാക്കിയുള്ള ഞണ്ട് മീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും പിടിച്ച് വീട്ടിൽ പോവാ. ട്രോളിങ് ആയതുകൊണ്ട് കറിക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് ബാക്കിയുള്ള കറി വെക്കാനാവില്ല. അത്രയല്ലോ. അപ്പൊ ബാക്കി ചെമ്പലിനെ പൊരിക്കാം. അത്രയല്ലോ. ചെമ്പലിൽ പൊരിക്കാം. അപ്പൊ കുതിരയോട് വീഴുന്നാറേ. ഓക്കെ ടീക്കെ. ഞാൻ കട്ടാക്കിട്ട വല്ല കുത്തൂതി അതിന്റെ താഴെ ഇട്ടിട്ട് എല്ലാരും രാവിലെ അടക്കം പറയും ഞാനാ തിന്നല് ഞാൻ തിന്നത്. ഇതിന്റെ ഫസ്റ്റ് ടേസ്റ്റ് നോക്കിട്ട് പോകുന്ന ഞാനും ഇത് ഫിനിഷാക്കുന്ന ആൾ ഇതാണ് ഞാൻ കാണിച്ചിട്ട്. നോക്കട്ടെ ഇരുന്നടിക്കുക. അമ്പൂന്റെ അടി അടിക്കുന്ന ആളെ ഇത്. ഒന്നും മുണ്ടോ കൂടി ഇല്ല. നോക്കട്ടെ പിന്നെ ചട്ട് തീർക്കേണ്ടത് എണീക്കൂല. അടിക്കുക. അടി തിന്നോനാ തിന്നോ നല്ല. പോതാന്ന് തിന്നോ. അപ്പൊ ഓക്കെ ടീക്കെ.